ഹരേ രാമ ഹരേ രാമ ഹരേ ശ്യാം കൃഷ്ണ ഹരേ രാം ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ ഹരേ ശ്യാം കൃഷ്ണ ഹരേ ഹരേ രാം 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 ഹരേ 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 ശ്യാം കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ശ്യാം കൃഷ്ണ ഹരേ ഹരേ രാം ഹരേ രാം 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 ഹരേ ശ്യാം കൃഷ്ണ ഹരേ ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ശ്യാം കൃഷ്ണ ഹരേ ഹരേ രാം ഹരേ രാം 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 ഹരേ 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 ശ്യാം കൃഷ്ണ ഹരേ ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ശ്യാം കൃഷ്ണ ഹരേ ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ശ്യാം കൃഷ്ണ ഹരേ ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ശ്യാം കൃഷ്ണ ഹരേ ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ. മാതാജി പ്രണാമം. കൃഷ്ണ പ്രണാമം. ഒന്നാമത്തെ നമസ്കാരം മാതാജി. നമസ്കാരം മാതാജി. നമസ്കാരം. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഇന്ന് സൺഡേ ആണെന്നുള്ളത് നമുക്ക് ക്ലാസ്സിലെ എണ്ണം കാണുമ്പോൾ ഓർമ്മ വരുമോ? ഒന്ന് സൺഡേ ആണല്ലേ എന്ന്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഒന്നാമത്തെ സ്കന്ധം 10ാമത്തെ അധ്യായം ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രയാണം. ആ അധ്യായത്തില് 21ാമത്തെ ശ്ലോകത്തിലല്ല നമ്മൾ നിൽക്കുന്നത്, പകുതി എടുത്തിട്ടുള്ളൂ അല്ലേ? അത് 21. ഇന്നലെ നമ്മൾ എന്താ കണ്ടത്? ഇന്നലെ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞ? ഇന്നലെ 19, 20, 21 പറഞ്ഞത്. അതില് മനുഷ്യൻ ഭാഗം ഭഗവാൻ അവതരിപ്പിച്ചാലും ഭഗവാന് നൽകുന്ന അനുഗ്രഹങ്ങള് നിരപേക്ഷണാകരുതങ്ങളോ അനുചിതങ്ങളോ ആയിരുന്നില്ല. 19 ഭഗവാന് എന്താ പറയുന്നത്? ഭഗവാന് അവിടെ കൃഷ്ണന് സമർപ്പിക്കപ്പെടുന്ന ആശീർവാദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അനുയോജ്യം അനുയോജ്യമല്ലാത്തതിൽ ഒരു മനുഷ്യന്റെ ഭാഗമായി അവതരിക്കുന്ന നിരപേക്ഷകനായ പരമ്പൊരുളിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? വന്ദിക്കുന്നുണ്ടായിരുന്നു അല്ലെ? ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ഗുണവിചാരങ്ങളിലെ ഹസ്തിനപുരത്തിലെ സ്ത്രീകള് സംസാരിക്കാൻ തുടങ്ങി. വേദമന്ത്രങ്ങളെക്കാൾ അധികം ആകർഷിതമായിരുന്നു. അതെ, സ്ത്രീജനങ്ങളും ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അവരുടെ സംസാരം വേദമന്ത്രങ്ങളെക്കാളും ശ്രേഷ്ഠമായെന്നാണ് പറയുന്നത്. അതാണ് 20ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. പിന്നെ ഭഗവാൻ സ്മരിക്കുന്ന യഥാർത്ഥത്തിൽ ഭഗവാൻ ഇവിടെയുണ്ട് പറയണു. പിന്നെ രാത്രിയിലെ ഭഗവാൻ നിദ്രയിലായിരിക്കും. ജീവസത്വ ശക്തികള് നിഷ്ഫലമായിരിക്കുന്ന പോലെ എല്ലാ ജീവാൽപ്പങ്ങളും വലയം പ്രാപിക്കുന്നത് അദ്ദേഹത്തിൽ മാത്രമാണ്. ഭഗവാൻ ഈശ്വരനാകുന്നു, പരമപുരുഷോത്തമനാകുന്നു. അതെ, എല്ലാവരും ഭഗവാനിലേക്കാണ് വിലയം പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് 21ാമത്തെ ശ്ലോകത്തിന്റെ ബാക്കി എടുക്കാറുണ്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സവൈഖിലായം പുരുഷ പുരാതനോ യ ഏകാസീത വിശേഷാത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനീശ്വരോ നിമിലീതാത്മനി നിശിസുപ്ത സക്സിഷു. ചൊല്ലിക്കോളൂ.
വൈകിനായ ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? ബ്രഹ്മസംഹിതയില് ഭഗവാന് ബ്രഹ്മാവ് സ്തുതിക്കിനെ കുറിച്ചാ പറഞ്ഞിട്ടുണ്ടായത് അല്ലെ. ആരുടെ പൂർണ്ണാംശമായിട്ടുള്ള മഹാവിഷ്ണു ആണോ ആദിപുരുഷനായ ഭഗവാൻ, ആ ഗോവിന്ദനെ പ്രണമിക്കുന്നു എന്നാ പറഞ്ഞത്. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് രോമകൂപങ്ങളിൽ നിന്നും പ്രപഞ്ചങ്ങൾ ഉത്ഭവിച്ച ശേഷം ഓരോ പ്രപഞ്ചങ്ങളുടെയും അധിപന്മാരായ എല്ലാ ബ്രഹ്മദേവന്മാരെയും ആയുസ് അദ്ദേഹത്തിന്റെ ഉച്ഛ്വാസവേളയുടെ കാലഘട്ടം മാത്രമാകുന്നത്. നമ്മള് ഭഗവാന്റെ ആ ഉച്ഛ്വാസം, ഭഗവാൻ ഒരു ശ്വാസം എടുക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും ഉള്ളിലേക്ക് പോകും, വിടുമ്പോ പുറത്തേക്ക് വരും. അതേപോലെയാണ് അതെങ്ങനെയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ആയുസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉച്ഛ്വാസവേളയുടെ കാലഘട്ടം മാത്രമാണ് എന്ന് പറയുന്നത്, അതായത് ബ്രഹ്മദേവന്റെ ആയുസ്. അപ്രകാരം ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്രകാരം ഗോവിന്ദൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവിനും ഹേതുവാകുന്നു. ഈ വേദസത്യത്തെ കുറിച്ച് വർത്തമാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീജനങ്ങൾ അവ ആധികാരിക കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രവിച്ചിട്ടുള്ളതായിരിക്കണം. അതീന്ദ്രിയ ശ്രദ്ധാവിഷയങ്ങളെ അസന്ദിഗ്ധമായി മനസ്സിലാക്കാനുള്ള ഏക മാർഗം ആധികാരിക കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രവിക്കുക എന്നതാണ്. ഇതൊരു ഇതര മാർഗമൊന്നില്ല. ശ്രവിക്കുക എന്നതാണ്, ഇതര മാർഗമൊന്നുമില്ല. അപ്പൊ നമ്മള് ഭഗവാനെ കുറിച്ച്, അതായത് ഭഗവാൻ ഗോവിന്ദൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവിനും ഹേതുവാകുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ അവതാരി എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം ഭഗവാന്റെ വിസ്തരണങ്ങളും അവതാരങ്ങളും എല്ലാമാണ്. ഈ വേദസത്യത്തെ കുറിച്ച് വർത്തമാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീജനങ്ങൾ ആധികാരിക കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രവിച്ചിട്ടുള്ളതായിരിക്കണം. അപ്പൊ ഇത് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീജനങ്ങൾ ഇതെല്ലാം എവിടെ നിന്ന് കേട്ടതായിരിക്കണം? ആധികാരികമായ കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കണം ഇതെല്ലാം ശ്രവിച്ചിരിക്കുന്നത്. കാരണം ഈ അതീന്ദ്രിയ ശ്രദ്ധാവിഷയങ്ങള് അസന്ദിഗ്ധമായിട്ട് മനസ്സിലാക്കാനുള്ള ഏക മാർഗം എന്തുമാത്രമാണ്? ആധികാരിക കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രവിക്കുക എന്നത് മാത്രമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അതീന്ദ്രിയ വിഷയങ്ങള് നമ്മൾ കേൾക്കേണ്ടത് എങ്ങനെ ആയിരിക്കണം? ആധികാരികമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കണം ഇത് ശ്രവിക്കേണ്ടത്. അല്ലാതെ നമുക്ക് വേറൊരു മാർഗവും ഇല്ല. ബ്രഹ്മദേവന്റെ ശതവർഷാന്ത്യത്തിൽ മഹാവിഷ്ണുവിന്റെ സ്വരൂപത്തിൽ ജീവാത്മാക്കളുടെ വിലയനം താനെ സംഭവിക്കുന്നു. എന്നാൽ വ്യക്തിഗത ജീവാത്മാവിനെ തന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നുവെന്ന് അത് അർത്ഥമാക്കുന്നില്ല. വ്യക്തിത്വമുണ്ട്. ഭഗവാന്റെ പരമേച്ഛയാൽ പുനർസൃഷ്ടി സംഭവിക്കുമ്പോൾ നിദ്രയിലാണ്ട് നിഷ്ക്രിയരായ സർവമാന ജീവസത്തകളും അവരവരുടെ പൂർവ്വകാല വ്യത്യസ്ത ജീവിതാവസ്ഥകളുടെ തുടർച്ചയായി അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി വീണ്ടും സ്വതന്ത്രരാക്കപ്പെടുന്നു. ഇതിനെ സുപ്തോധിത നയം അഥവാ നിദ്രയിൽ നിന്നും ഉണർന്ന് വീണ്ടും അവന്റേതായ തുടർ കർത്തവ്യങ്ങളിൽ വ്യാപൃതരാവുക എന്ന് വിശേഷിപ്പിക്കുന്നു. താൻ ആരെന്നും തന്റെ കർത്തവ്യം എന്തെന്നും അങ്ങനെ ഒരുവൻ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലുള്ളതൊക്കെയും അവനവനെ തന്നെ രാത്രിയിൽ നിദ്രയിലായിരിക്കുമ്പോൾ അവൻ വിസ്മരിക്കുന്നു. എന്നാൽ സുഷുപ്തിയിൽ നിന്നും ഉണർന്നയുടൻ തനിക്ക് ചെയ്യേണ്ടതൊക്കെയും അവൻ ഓർമ്മിക്കുകയും അങ്ങനെ അവന്റേതായ നിർദ്ദിഷ്ട കർത്തവ്യങ്ങളിൽ അവൻ വ്യാപരിക്കുകയും ചെയ്യുന്നു. പ്രളയകാലത്തിൽ ജീവസത്തകളും മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ വിലയിച്ച് നിലകൊള്ളുകയും പുനഃസൃഷ്ടി സംഭവിക്കുന്നുടൻ അവരുടേതായ അപൂർണമായ കർമ്മങ്ങൾ ആരംഭിക്കാനായി അവർ ഉത്ഥാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ വസ്തുത ഭഗവത്ഗീതയിലും 8 മുതൽ 8 അധ്യായം 18 മുതൽ 20 വരെ ശ്ലോകത്തില് പറയുന്നുണ്ട്. അപ്പൊ ബ്രഹ്മദേവന്റെ ശതവർഷ അന്ത്യത്തില്, അതായത് ബ്രഹ്മദേവന്റെ ആയുസ് തീരുന്ന സമയം, അതായത് ബ്രഹ്മദേവൻ മാറുന്നത്, പുതിയ ബ്രഹ്മദേവൻ വരുന്ന സമയത്ത് മഹാവിഷ്ണുവിന്റെ സ്വരൂപത്തിൽ ജീവാത്മാക്കളുടെ വിലയനം താനെ സംഭവിക്കും. അപ്പൊ എല്ലാവരും ആരിലേക്ക് പോകും? മഹാവിഷ്ണുവിലേക്ക് പോകും. എന്നാൽ വ്യക്തിഗത ജീവാത്മാവിനെ തന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു എന്ന് അത് അർത്ഥമാക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ ജീവാത്മാവിനെ തന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു എന്നല്ല. വ്യക്തിത്വമുണ്ട്. ഭഗവാന്റെ പരമേച്ഛയാൽ പുനർസൃഷ്ടി സംഭവിക്കുമ്പോൾ നിദ്രയിലാണ്ട നിഷ്ക്രിയരായ സർവമാന ജീവസത്തകളും അവരവരുടെ പൂർവ്വകാല വ്യത്യസ്ത ജീവിതാവസ്ഥകളുടെ തുടർച്ചയായി അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി വീണ്ടും സ്വതന്ത്രരാക്കപ്പെടുന്നു.
അപ്പൊ ഈ ജീവാത്മാക്കൾ എന്തെല്ലാം എന്ത് സംഭവിക്കും? നമ്മള് ഈ പ്രപഞ്ചം അവസാനിക്കുമ്പോൾ എല്ലാം ഭഗവാനിലേക്ക് പോകും. അതിനുശേഷം വീണ്ടും സൃഷ്ടി വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ് ഭഗവാൻ അടുത്ത ശ്വാസത്തിൽ വീണ്ടും സൃഷ്ടി വരുമ്പോ പ്രപഞ്ചം വരുമ്പോ എല്ലാവരും എങ്ങനെയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ വീണ്ടും എന്ത് സംഭവിക്കും? വീണ്ടും അവര് എവിടെയാണ് അവരെ ജോലി നിർത്തിവെച്ചത് അവിടെ നിന്ന് തുടങ്ങും. നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, ഭഗവാനെ കുറിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ എന്താണ് വീണ്ടും അടുത്തൊരു ജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങും എന്ന് പറഞ്ഞു. കാരണം ഈ ജീവാത്മാക്കള് മുഴുവൻ എന്താണ് ഭഗവാനിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉറങ്ങി എഴുന്നേറ്റ പോലെ വീണ്ടും അവര് വന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇന്നലെ ചെയ്തച്ച കാര്യം ഇന്ന് രാവിലെ എഴുന്നേറ്റ് വീണ്ടും ചെയ്യുന്ന പോലെ ആ ജീവാത്മാവ് എന്ത് ചെയ്യും? വീണ്ടും അത് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്തുമാത്രം മാറിയിട്ടുണ്ടാവും? കവറിങ് മാറിയിട്ടുണ്ടാവും. അതായത് ആ ശരീരം മാത്രം മാറിയിട്ടുണ്ടാവും, പക്ഷെ ജീവാത്മാവ് വീണ്ടും അത് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ നിദ്രയില്ലാണ്ട നിഷ്ക്രിയരായ സർവമാന ജീവസത്തുകളും അവരവരുടെ പൂർവകാല വ്യത്യസ്ത ജീവിതാവസ്ഥകളുടെ തുടർച്ചയായി അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി വീണ്ടും സ്വതന്ത്രരാക്കപ്പെടുന്നു. ഇതിനെ സുപ്തോചിത നയം അഥവാ നിദ്രയിൽ നിന്നും ഉണർന്ന് വീണ്ടും അവന്റേതായ തുടർ കർത്തവ്യങ്ങളിൽ വ്യാപൃതനാവുക എന്ന് വിശേഷിപ്പിക്കുന്നു. താൻ ആരെന്നും തന്റെ കർത്തവ്യം എന്തെന്നും അങ്ങനെ ഒരുവൻ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലുള്ളതൊക്കെയും അവനവനെ തന്നെ രാത്രിയിൽ നിദ്രയിലായിരിക്കുമ്പോൾ അവൻ വിസ്മരിക്കുന്നു. അപ്പൊ താൻ ആരാണ്, തന്റെ കർത്തവ്യം എന്താണെന്നുള്ളത് തന്നെ തന്നെയും ആര് മറന്നുപോകും? നിദ്രയിൽ ഇരിക്കുമ്പോ അവൻ മറന്നുപോകും. പിന്നെ സുഷുപ്തിയിൽ നിന്നും ഉണർന്നയുടൻ തനിക്ക് ചെയ്യേണ്ടതൊക്കെയും അവൻ ഓർമ്മിക്കുകയും അങ്ങനെ അവന്റേതായ നിർദ്ദിഷ്ട കർത്തവ്യങ്ങളെ അവൻ വ്യാപരിക്കുകയും ചെയ്യും. അപ്പൊ ഉറക്കത്തിലേക്ക് പോകുമ്പോ നിദ്രയിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ് തനിക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് താൻ ആരാണെന്ന് തന്നെ അവൻ മറന്നുപോകും. പക്ഷെ വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? സുഷുപ്തിയിൽ നിന്ന് ഉണർന്ന ഉടനെ തന്നെ അവർ മനസ്സിലാക്കാൻ സാധിക്കും. അവൻ ഓർമ്മിക്കും അവൻ എന്താണ് ചെയ്യേണ്ടത്, നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ എന്താണ്, അതിനനുസരിച്ച് ആ കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുകയും ചെയ്യും. പ്രളയകാലത്തിൽ ജീവസത്തകളും മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ വിലയിച്ച് നിലകൊള്ളുകയും പുനഃസൃഷ്ടി സംഭവിക്കുന്നതിലൂടെ അവരുടേതായ അപൂർണമായ കർമ്മങ്ങൾ ആരംഭിക്കാനായി അവർ ഉത്ഥാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ പ്രളയകാലത്ത്, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ നൈമിത്തിക രണ്ട് പ്രളയം പറഞ്ഞില്ല, ഒന്ന് മഹാപ്രളയത്തിന്റെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മഹാപ്രളയത്തിൽ എന്ത് സംഭവിക്കുന്നത്? വീണ്ടും സൃഷ്ടി സംഭവിക്കുമ്പോ അവരുടേതായിട്ടുള്ള അപൂർണ കർമ്മങ്ങൾ ആരംഭിക്കാനായി അവർ ഉത്ഥാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ വസ്തുത ഭഗവത്ഗീതയിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീണ്ടും പുനഃസൃഷ്ടി സംഭവിക്കുമ്പോ എന്താണ്? നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും തുടങ്ങും. നമ്മൾ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ എന്താണ്, പിന്നത്തെ ഒരു ജന്മം എടുത്തിട്ട് നമ്മൾ ആ ആഗ്രഹങ്ങൾ മുഴുവനാക്കാൻ വേണ്ടിട്ട് വരേണ്ടി വരും എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇന്ന് നമുക്കൊരു കാര്യം നടക്കാതെ വന്നാൽ നമ്മൾ നാളെ അത് ചെയ്യും. അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ആ സൃഷ്ടി സംഭവിക്കുമ്പോ വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ എന്താണോ നമ്മൾ ചെയ്യാൻ ബാക്കി വെച്ച കാര്യം അത് പിറ്റന്നാൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സൃഷ്ടിശക്തികൾ പ്രവർത്തനക്ഷമമാക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ നിലനിന്നിരുന്നു. അപ്പൊ ഈ സൃഷ്ടിശക്തികൾ പ്രവർത്തനക്ഷമമാക്കുന്നതിന് മുമ്പ് ആരുണ്ടായിരുന്നു? ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാൻ ഭൗതിക ശക്തിയുടെ ഉൽപ്പന്നമല്ല. അദ്ദേഹത്തിന്റെ ശരീരം പരിപൂർണമായും ആത്മീയമാകുന്നു. അപ്പൊ ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ പരിപൂർണനാണ്. ഭഗവാന്റെ ശരീരം അതീന്ദ്രിയമായിട്ടുള്ളതാണ്. അല്ലാതെ ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമല്ല ആര്? ഭഗവാൻ. മാത്രമല്ല അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശരീരവും തമ്മിൽ യാതൊരു ഭേദവുമില്ല. അപ്പൊ ഭഗവാനും ഭഗവാന്റെ ശരീരവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ നിരപേക്ഷനും ഏകവുമായ അദ്ദേഹത്തിന്റെ ധാമത്തിൽ നിലകൊണ്ടിരുന്നു. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് എങ്ങനെയാണ്? ഭഗവാൻ ഏകവും അദ്ദേഹത്തിന്റെ ധാമത്തില് നിലനിന്നിരുന്നു. ഭഗവാൻ അപ്പൊ സൃഷ്ടിക്ക് മുന്നും ആരുണ്ടായിരുന്നു? ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാനാണ് എല്ലാം സൃഷ്ടിച്ചത്. ഭഗവാനാണ്. നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, കാരണം എന്റെ ഉൽപ്പത്തിയെ കുറിച്ചോ വിഭൂതിയെ കുറിച്ചോ ആർക്കും അറിയില്ല. കാരണം ഇവരുടെ എല്ലാം ഉത്ഭവസ്ഥാനം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാനെ കുറിച്ച് അതുകൊണ്ട് ആർക്കും അറിയാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ മുന്നേ ഉണ്ടായിരുന്നതാണ്. ശ്ലോകം 22. സ ഏവ ഭൂയോ നിജവീര്യ ചോദിതാം സ്വജീവമായാം പ്രകൃതി തിസൃക്ഷതീം അനാമരൂപാത്മനി രൂപനാമനി വിധിൽ സമാനോനു സസാര ശസ്ത്രകീർ സ ഏവ ഭൂയോ നിജവീര്യ ചോദിതാം സജീവമായാം പ്രകൃതിം സൃസക്ഷിതീം അനാമരൂപാത്മനി രൂപനാമനി വിധിൽ സമാനോനു സസാര ശസ്ത്രകീർ. ചൊല്ലിക്കോളൂ.
ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ ഭൂയോ നിജവീര്യജപതിനാം വാത്മനിരൂപനാമിനി വിദിൽച്യമാനോ സസാര ഹരേ കൃഷ്ണ. മാതാജി ഒരു ചോദിച്ചോട്ടെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നാളൊരു പ്രഭു പോയില്ലേ, അപ്പൊ പ്രഭു അത് കണ്ടിന്യൂ ചെയ്യും അടുത്ത ജന്മം ഭാഗവതം ക്ലാസ്? ആ പ്രഭു കണ്ടിന്യൂ ചെയ്യേണ്ട. പ്രഭുവിന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നല്ലേ പറഞ്ഞു നമ്മള്. അപ്പൊ ഇതിലതല്ലേ പറഞ്ഞത്, ഇനി നമ്മളത് കണ്ടിന്യൂഷൻ അടുത്ത ജന്മത്തില് വരും 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 അങ്ങനെ തന്നെയല്ലേ പറയണത് ശരിക്കും. കാരണം നമ്മളെ ശരീരം മാത്രല്ലേ മാറുന്നുള്ളൂ. അതെന്താ പറയണത്, ഇപ്പൊ നമ്മളിപ്പോ ഉറങ്ങിക്കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കണ പോലെ. അപ്പൊ ശരിക്കും ഇപ്പൊ നമുക്കത് ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞില്ലേ, നമ്മൾ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കണ പോലെ. അപ്പൊ ആത്മാവ് വീണ്ടും പിറ്റന്നാൾ എഴുന്നേറ്റു, വീണ്ടും നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറ്റുന്ന പോലെ വേറൊരു ഡ്രസ്സ് ഇട്ടു, നമ്മൾ വീണ്ടും നമ്മളെ ഇന്നലത്തെ ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായി അതപ്പോ. ചെറിയ കുട്ടികള് മാതാജി, തീരെ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര വലിയ പ്രഭാഷണങ്ങളും ഇതൊക്കെ ചെയ്യണത് ഇങ്ങനെയായിരിക്കാം, മുൻജന്മങ്ങളിലെ ഒരു വലിയ ഇതൊക്കെ ആയിരിക്കാം. അതെ 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 അതന്നെ. ഹരേ കൃഷ്ണ മാതാജി. അദ്ദേഹം ഏവ അപ്രകാരം ഭൂയ വീണ്ടും നിജ സ്വകീയമായ വീര്യം ചോദിതാം അനുഷ്ഠാനങ്ങളുടെ സ്വന്തം ജീവസത്ത മായ ബഹിരംഗ ശക്തി പ്രകൃതി ഭൗതിക പ്രകൃതിക്ക് സിസ്രക്ഷതി പുനഃസൃഷ്ടിക്കുന്ന വേളയിൽ അനാമ ലൗകിക നാമം കൂടാതെ രൂപാത്മനി ആത്മാവിന്റെ രൂപങ്ങൾ രൂപനാമനി രൂപങ്ങളും നാമങ്ങളും വിധിൽസമാന സമ്മാനിക്കാൻ ആഗ്രഹിച്ച് അനുസസാര ഏൽപ്പിച്ചു. ശാസ്ത്രകൃത് വെളിപ്പെട്ട ധർമ്മശാസ്ത്രത്തിന്റെ രചയിതാവ്. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം അദ്ദേഹത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ ജീവസത്തകൾക്ക് വീണ്ടും നാമങ്ങളും രൂപങ്ങളും നൽകാൻ ആഗ്രഹിച്ച് പരമദിവ്യോത്തമ പുരുഷൻ അവരെ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിന് കീഴിൽ നിവേശിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ശക്തിയായ ഭൗതിക പ്രകൃതിയെ പുനഃസൃഷ്ടി കർമ്മം നിർവഹിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഭഗവാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, ഈ പറഞ്ഞ അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള ജീവാത്മാക്കൾക്ക് വീണ്ടും നാമങ്ങളും രൂപങ്ങളും നൽകാൻ ആഗ്രഹിച്ചുണ്ട്. പിന്നെ അവർക്ക് വീണ്ടും എന്ത് വേണം? നാമവും വേണം, രൂപവും വേണം ആ ജീവാത്മാവിന്. അതിന് ഭഗവാൻ എന്ത് ചെയ്യും? ആ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിന് കീഴിൽ നിവേശിപ്പിക്കും. അപ്പൊ എല്ലാവരും ഭൗതിക പ്രകൃതിയുടെ അതിലേക്ക് നിവേശിപ്പിക്കുന്നു. അപ്പൊ അത് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടികർമ്മം നിർവഹിക്കാനായിട്ട് അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ആ ശക്തിയായിട്ടുള്ള ഭൗതിക പ്രകൃതിയെ കൊണ്ട് ആ പുനഃസൃഷ്ടി കർമ്മം നിർവഹിക്കുന്നതിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആക്കി തന്നു നമുക്ക് അല്ലെ. ആ ജീവാത്മാക്കൾക്ക് പിന്നെ എന്ത് വേണം? വീണ്ടും പുതിയൊരു നാമവും വേണം, രൂപവും വേണം. അപ്പൊ അതിന് ഈ ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുക്കുക. കാരണം അത് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? ഭൗതിക പ്രകൃതിയാണ്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ജീവസത്തുകൾ ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളാകുന്നു. നിത്യമുക്തരെന്നും നിത്യബന്ധരെന്നും രണ്ട് വിധത്തിൽ അവരെ തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ ജീവാത്മാക്കള് ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് നിത്യമുക്തരായിരിക്കും, ഒന്ന് നിത്യബദ്ധരായിരിക്കും. നിത്യമുക്തരെന്ന് പറഞ്ഞാൽ അവരെവിടെയായിരിക്കും? ഭഗവാന്റെ ആത്മീയ ലോകത്തിലുള്ളവരായിരിക്കും. നിത്യബദ്ധരെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ളവരായിരിക്കും. നിത്യമുക്താത്മാക്കൾ ശാശ്വത മുക്താത്മാക്കളാകുന്നവര് ശാശ്വതമായിട്ട് അവര് അങ്ങനെ തന്നെയാണ്, മുക്താത്മാക്കള് തന്നെയാണ്. ആവിഷ്കൃതമായ ലൗകിക സൃഷ്ടിക്ക് അതീതമായ ഭഗവാന്റെ ശാശ്വത ധാമത്തിൽ ഭഗവാനുമായുള്ള അതീന്ദ്രിയ പ്രേമയുധ സേവനത്തിന്റെ അന്യോന്യ വിനിമയത്തിൽ അവർ ശാശ്വതമായി വ്യാപൃതരാണ്. അപ്പൊ ഈ നിത്യമുക്താത്മാക്കള് എവിടെയാണെന്ന് പറഞ്ഞു? ഭഗവാന്റെ ധാമത്തില്, ഭഗവാന്റെ ശാശ്വത ധാമത്തില് ഭഗവാനുമായുള്ള അതീന്ദ്രിയ പ്രേമയുധ സേവനത്തിന്റെ അന്യോന്യ വിനിമയത്തിൽ അവർ ശാശ്വതമായി വ്യാപൃതരാണ്. ഇപ്പൊ നിത്യമുക്താത്മാക്കൾ എപ്പോഴും എങ്ങനെയാണ്? ഭഗവാന്റെ അതീന്ദ്രിയ സേവനവും ചെയ്ത് ഭഗവാന്റെ ധാമത്തില് വ്യാപൃതരായിരിക്കുന്നവരാണ് മുക്താത്മാക്കള്. അതേസമയം നിത്യബദ്ധാത്മാക്കളോ പരമപിതാവിനോടുള്ള അവരുടെ നിഷേധാത്മകമായ മനോഭാവത്തെ തിരുത്താനായി അദ്ദേഹത്തിന്റെ ബഹിരംഗ ശക്തിയായ മായയുടെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു.
അപ്പൊ നിത്യഭക്താത്മാക്കള് നമ്മളെ പോലുള്ളവരെ എന്താ പറഞ്ഞത്, പരമപിതാവിനോടുള്ള അവരുടെ നിഷേധാത്മകമായ മനോഭാവത്തെ തിരുത്താനായി. നമ്മുടെ പിതാവാണ് ആര്? ഭഗവാൻ. അപ്പൊ പിതാവിനോട് നമ്മൾ എന്ത് കാണിച്ചു? നിഷേധാത്മകമായിട്ടുള്ള ഒരു സ്വഭാവം നമ്മൾ കാണിച്ചു. അപ്പൊ അത് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ആരിൽ ഏൽപ്പിച്ചു? ബഹിരംഗ ശക്തിയുടെ ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ ഭഗവാൻ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ മുന്നൊരു അധ്യായത്തിൽ പഠിച്ചു അല്ലെ, ഭഗവാൻ എന്താണ് ബഹിരംഗ ശക്തിയിലൂടെ ദണ്ഡന നടപടികളിലൂടെ നമ്മളെ നേരെയാക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കാന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ദണ്ഡന നടപടികൾ ബഹിരംഗ ശക്തിയിലൂടെ, അതായത് അല്ലെ, ദുർഗാദേവി എന്ത് ചെയ്യാണ്? ദണ്ഡനത്തിലൂടെ നമ്മളെ നേരെയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരച്ഛൻ എങ്ങനെയാണോ മക്കളെ തിരുത്താനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അല്ലെ, നമ്മള് ഓരോരുത്തരെ പറയാൻ ഏൽപ്പിക്കില്ല, ഒന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണേന്ന് പറയില്ലേ. അപ്പൊ അതേപോലെ തന്നെ ഭഗവാൻ ഇവിടെ ആരേൽപ്പിച്ചിരിക്കുകയാണ്? ബഹിരംഗ ശക്തി ദുർഗാദേവി ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മളെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിന് ദണ്ഡന നടപടികളിലൂടെയും പിന്നെന്താണ് വേറെ എന്തൊരു 2 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ശാസ്ത്രങ്ങളിലൂടെയാണ് പറഞ്ഞ അങ്ങനെ എന്തോ സംതിങ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് തിരുത്താനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അന്തരംഗ ശക്തിയും ബഹിരംഗ ശക്തിയും. അതെ, അതൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ് ബഹിരംഗ ശക്തിയായിട്ടുള്ള ദുർഗാദേവിയിലൂടെ ദണ്ഡന നടപടിയിലൂടെ, പിന്നെ എനിക്ക് തോന്നുന്നു ഗുരു സാധു ശാസ്ത്രം, അതെ, ഗുരു സാധു ശാസ്ത്രത്തിലൂടെയും നമ്മളെ നേരായ വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഏൽപ്പിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട്. ഗുരുക്കന്മാരെ നൽകിയത് അതിനാണെന്ന് പറഞ്ഞു ഗുരു അല്ലെ. അങ്ങനെ നമ്മളത് ഏതോ ഒരു അധ്യായത്തിൽ 2 അധ്യായത്തിന് മുന്നാന്നാണ് ഒരു ഓർമ്മ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ എന്തിനാ ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളെ നിഷേധാത്മകമായ നമ്മുടെ മനോഭാവത്തെ തിരുത്താൻ വേണ്ടിയിട്ട് ആരേൽപ്പിച്ചിരിക്കുകയാണ്? ബഹിരംഗ ശക്തിയുടെ ചുമതലയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിത്യബന്ധർ അവിഭാജ്യ ഘടകങ്ങൾ എന്ന നിലയിൽ ഭഗവാനുമായുള്ള തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിത്യമായി വിസ്മരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മള് ബദ്ധർ എങ്ങനെയാണ്? അവിഭാജ്യ ഘടകങ്ങളാണ് ഭഗവാന്റെ. എന്നിട്ടും ഭഗവാനുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് നമ്മൾ മറന്നുപോയി, നിത്യമായി വിസ്മരിച്ചിരിക്കുന്നു. മായാശക്തിയാൽ വ്യാമോഹിതരായ അവർ തങ്ങൾ ജഡത്തിന്റെ ഉൽപ്പന്നങ്ങളാണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ മായാശക്തിയുടെ വ്യാമോഹത്തിൽ വന്നതുകൊണ്ട് നമ്മുടെ ധാരണ എന്താണ്? നമ്മൾ ഈ ശരീരത്തിന്റെ ഉൽപ്പന്നമാണ്, നമ്മള് ശരീരമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അപ്രകാരം ഭൗതിക ലോകത്തിൽ സന്തോഷവാന്മാരായിരിക്കുവാനായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഉത്സുകരായിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ ഈ ശരീരത്തിനെ സന്തോഷിപ്പിക്കാനുള്ള പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്രകാരം ഉത്സുകരായിരിക്കുന്ന അത്തരം പദ്ധതികളുമായി അവർ സോല്ലസം മുന്നോട്ട് പോകുന്നു. എന്നാൽ ഭഗവതേച്ഛയാൽ പദ്ധതി ആസൂത്രകനും ഭഗവതിച്ഛയാൽ പദ്ധതി ആസൂത്രകനും പദ്ധതികൾക്കും മുകളിൽ പ്രസ്താവിച്ച പോലെ നിശ്ചിത കാലാന്ത്യത്തിൽ നാശം സംഭവിക്കുന്നു. ഈ വസ്തുതയെ സംബന്ധിച്ച് ഭഗവത്ഗീതയിൽ ഇപ്രകാരം സ്ഥിരീകരിച്ചിരിക്കുന്നു: ഹേ കുന്തിസുത, ഓരോ കൽപ്പാന്ത കാലത്തിലും എല്ലാ ജീവസത്തുകളും എന്നിൽ പ്രവേശിക്കുന്നു. അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും എന്റെ ബഹിരംഗ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നെന്ന് ഭഗവത്ഗീത 9-ാം അധ്യായം 7-ാം ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ ഇവിടെ ഭൗതിക ലോകത്തില് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മളെല്ലാം നമ്മൾ ശരീരമാണെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ ആ ശരീരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിട്ട് ഉത്സുകരാണ് നമ്മളെപ്പോഴും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉത്സാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ പദ്ധതികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്താണ്? ഭഗവാനാണ് എല്ലാത്തിന്റെയും ആസൂത്രകൻ. ആ ഭഗവാന്റെ പദ്ധതികൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ്? നമുക്കറിയാം, ഓരോ കൽപ്പത്തിന്റെ അവസാനത്തെ അല്ലെങ്കിൽ ഓരോ കാലാന്ത്യത്തിൽ നാശം സംഭവിക്കുന്നു. അതായത് നമുക്കറിയാം, ഓരോ കൽപ്പം ബ്രഹ്മാവിന്റെ കൽപ്പം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പകല്. ബ്രഹ്മാവിന്റെ ഒരു പകല് കഴിയുമ്പോൾ എന്ത് നടക്കുന്നുണ്ട്? പ്രളയം നടക്കുന്നുണ്ട്. ചെറിയ പ്രളയം അല്ലെ, നൈമിത്തിക പ്രളയം, അത് നടക്കുന്നുണ്ട്. പിന്നെയാണ് ഏത് പ്രളയം വരുന്നത്? ബ്രഹ്മാവിന്റെ ആയുസ് മാറുന്ന സമയത്ത് 100 വർഷം കഴിയുമ്പോഴാണ് മഹാപ്രളയം വരുന്നത്. ഈ 2 സമയത്തും എന്ത് സംഭവിക്കുകയാണ്? എല്ലാ ജീവസത്തകളും ഭഗവാനിലേക്ക് പ്രവേശിക്കും. അപ്പൊ ഇവർക്കൊക്കെ എന്ത് സംഭവിക്കും? ആ സമയത്ത് എല്ലാവരും ഭഗവാനിലേക്ക് പ്രവേശിക്കും. പിന്നെ അടുത്ത കൽപ്പം ആരംഭിക്കും. അതായത് പകലിനാണ് കൽപ്പം എന്ന് പറയുന്നത്. രാത്രിയാവുമ്പോ എല്ലാവരും ഉറങ്ങാണ്, ഭഗവാന്റെ ഉള്ളിലേക്ക് പോകണം, ഭഗവാന്റെ ശരീരത്തിലേക്ക് പോകുന്നു. ഭഗവാനിൽ എല്ലാവരും വിലയം പ്രാപിക്കും, അതായത് എല്ലാവരും ഉറങ്ങും. പിന്നെ നമ്മൾ ഉറങ്ങി നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത് പോലെ വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? വീണ്ടും നമ്മൾ പ്രവർത്തികൾ ആരംഭിക്കും. അങ്ങനെ
കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും ബഹിരംഗ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പൊ ബഹിരംഗ ശക്തിയാൽ വീണ്ടും നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തില് വീണ്ടും നമ്മൾ വരും, പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങും. പൂയ എന്ന പദം വീണ്ടും വീണ്ടും എന്നതിനെ സൂചിപ്പിക്കുന്നു. പൂയഹ എന്ന് പറഞ്ഞാല് വീണ്ടും വീണ്ടും എന്നതിനെ സൂചിപ്പിക്കുന്നു. അതായത് സൃഷ്ടി സ്ഥിതി സംഹാര പ്രക്രിയകൾ ഭഗവാന്റെ ബഹിരംഗ ശക്തിയാൽ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. സർവ്വതിന്റെയും ഹേതു അദ്ദേഹമാകുന്നു. എന്നാൽ വ്യവസ്ഥാപിതമായി ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളായ എന്നാൽ ആ മധുരബന്ധത്തെ കുറിച്ച് വിസ്മൃതിയിലാണ്ട ജീവസത്തുകൾക്ക് ബഹിരംഗ ശക്തിയുടെ മുഷ്ടിബന്ധനത്തിൽ നിന്നും സ്വതന്ത്രമാകാനുള്ള അവസരം വീണ്ടും വീണ്ടും നൽകപ്പെടുന്നു. അവന്റെ അതായത് ജീവാത്മാവിന്റെ അവബോധത്തെ പുനരുദ്ധീകരിക്കാനായി ഭഗവാനാൽ ആവിഷ്കരിക്കപ്പെട്ട ധർമ്മശാസ്ത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭൗതിക ലോകത്തിന്റെ ഭൗതിക ശരീരത്തിന്റെയും സൃഷ്ടി സംഹാരങ്ങളുടെ പുനരാവർത്തനത്തിൽ നിന്നും മുക്തരാകാൻ ഭക്താത്മാക്കളുള്ള മാർഗനിർദ്ദേശങ്ങളാണ് വേദസാഹിത്യങ്ങൾ. അപ്പൊ നമുക്കിവിടെ ശരിക്കും മനസ്സിലായില്ലേ നമ്മളിപ്പോ എന്താന്നുള്ളത്. ഇപ്പൊ ഭൂയഹ എന്ന് പറഞ്ഞ പദം വീണ്ടും വീണ്ടും എന്നതിനെ സൂചിപ്പിക്കുന്നു. അതായത് സൃഷ്ടി സ്ഥിതി സംഹാര പ്രക്രിയകള് ഭഗവാന്റെ ബഹിരംഗ ശക്തിയാൽ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സർവ്വതിന്റെയും ഹേതു ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ് എല്ലാത്തിനും കാരണം. എന്നാൽ വ്യവസ്ഥാപിതമായി ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളായ എന്നാൽ ആ മധുര ബന്ധത്തെ കുറിച്ച് വിസ്മൃതിയിലാണ്ട ജീവസത്തകൾക്ക് ബഹിരംഗ ശക്തിയുടെ മുഷ്ടിബന്ധനത്തിൽ നിന്നും സ്വതന്ത്രനാകാനുള്ള അവസരം വീണ്ടും വീണ്ടും നൽകപ്പെടുന്നു. അപ്പൊ വീണ്ടും സൃഷ്ടി സംഭവിക്കുമ്പോൾ ഭഗവാൻ എന്താണ് ബഹിരംഗ ശക്തിയിലൂടെ എല്ലാവർക്കും വീണ്ടും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടാണ്. നമ്മൾ വീണ്ടും ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന പോലെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ബഹിരംഗ ശക്തിയുടെ മുഷ്ടിബന്ധനത്തിൽ ഈ പ്രകൃതിയിൽ നിന്ന് ഭൗതിക പ്രകൃതിയിലൂടെയാണ് നമ്മളെല്ലാം എന്ത് സംഭവിക്കുന്നത് പറഞ്ഞു? നമ്മളെല്ലാതും വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് നമുക്ക് വീണ്ടും ഈ ബഹിരംഗ ശക്തിയുടെ മുഷ്ടിബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരാകാനുള്ള അവസരം നമുക്ക് വീണ്ടും വീണ്ടും നൽകും. കാരണം നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് ഭക്താത്മാക്കളാണ് ഭൗതിക ലോകത്തുള്ളത്, മുക്താത്മാക്കള് ഭഗവാന്റെ ലോകത്തിൽ തന്നെയാണ്. അപ്പൊ ഭക്താത്മാക്കളായ നമ്മളെ ഇവിടെ നിന്നും പോകാനുള്ള സ്വതന്ത്രരാകാനുള്ള അവസരം നമുക്ക് നൽകും. ജീവാത്മാവിന്റെ അവബോധത്തെ പുനരുദ്ധീകരിക്കാനായിട്ട് നമ്മളെല്ലാം മറന്നു പോയത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വന്നത് പിതാവിനോട് എന്ത് കാണിച്ചു? നിഷേധാത്മകമായ മനോഭാവം കൊണ്ട്. അവിടെ പറഞ്ഞു അല്ലെ, നിഷേധാത്മകമായ മനോഭാവം കൊണ്ടാണ് നമുക്ക് എന്ത് വരേണ്ടി വന്നത്? ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വരേണ്ടി വന്നത്. അപ്പൊ നമുക്ക് അത് നമ്മളായ ഒരു അവബോധം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ ആവിഷ്കരിക്കപ്പെട്ട ധർമ്മശാസ്ത്രങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? കുറെ ശാസ്ത്രങ്ങളും വേദങ്ങളൊക്കെ നമുക്ക് തന്നു. ഭൗതിക ലോകത്തിന്റെയും ഭൗതിക ശരീരത്തിന്റെയും സൃഷ്ടി സംഹാരങ്ങളുടെയും പുനരാവർത്തനത്തിൽ നിന്ന് മുക്തരാകുവാൻ ഭക്താത്മാക്കൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ വേദസാഹിത്യങ്ങൾ. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നതിലൊക്കെ? ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും ഭൗതിക ശരീരത്തിൽ നിന്നും ഈ പുനരാവർത്തനത്തിൽ നിന്നും നമുക്ക് ഈ വീണ്ടും വീണ്ടും ജന്മമെടുക്കുകയും നമ്മൾ മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മുക്തരാകാൻ വേണ്ടിയിട്ട് ഭക്താത്മാക്കൾക്കുള്ള നിർദ്ദേശങ്ങളാണ് ഈ സാഹിത്യങ്ങളിലും ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇതൊക്കെ നമുക്ക് തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ അവബോധത്തെ പുനരുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഭഗവാനോട് കാണിച്ച നിഷേധ മനോഭാവം നമുക്ക് തിരിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഈ സൃഷ്ട പ്രപഞ്ചവും ഭൗതിക ശക്തിയും എന്റെ നിയന്ത്രണത്തിലാണ്. പ്രകൃതിയുടെ സ്വാധീനത്തിന് കീഴിൽ അവ താനെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞെന്താണ്? ഈ പ്രപഞ്ചവും ഭൗതിക ശക്തിയും എല്ലാം ആരുടെ നിയന്ത്രണത്തിലാണ്? എന്റെ തന്നെ നിയന്ത്രണത്തിലാണ്. പ്രകൃതിയുടെ സ്വാധീനത്തിന് കീഴിൽ അവ താനെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടും. പ്രകൃതിയുടെ സ്വാധീനത്തിൽ പ്രകൃതിയുടെ സ്വാധീനത്തിൽ എന്ത് സംഭവിക്കുകയാണ്? അത് വീണ്ടും വീണ്ടും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. എന്റെ ബഹിരംഗ ശക്തിയിലാണ് ഞാനിത് സാധ്യമാക്കുന്നത്. അപ്പൊ ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ചെയ്യുന്നത് ആരിലൂടെയാണ്? ഭഗവാന്റെ തന്നെ ശക്തിയായിട്ടുള്ള ബഹിരംഗ ശക്തിയിലൂടെയാണ് ഇത് ഭഗവാൻ ഇത് സാധ്യമാക്കുന്നത്. യഥാർത്ഥത്തിൽ ആത്മീയ സ്ഫുലിംഗങ്ങളായ ജീവസത്തകൾക്ക് ഭൗതിക നാമങ്ങളോ രൂപങ്ങളോ ഇല്ല. എന്നാൽ ഭൗതിക നാമരൂപങ്ങളുള്ള ഭൗതിക ശക്തിയെ അടക്കി ഭരിക്കാനുള്ള അവരുടെ അഭിലാഷത്തെ പൂർത്തീകരിക്കാനായി അവിധമുള്ള മിഥ്യാസുഖാസ്വാദത്തിനുള്ള അവസരം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതേസമയം യഥാർത്ഥ നിലയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി വെളിപ്പെടുത്തപ്പെട്ട ശാസ്ത്രങ്ങളിലൂടെ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? യഥാർത്ഥത്തിൽ ജീവാത്മാക്കൾക്ക് ആത്മീയ സ്ഫുലിംഗങ്ങളായിട്ടുള്ള ഭഗവാന്റെ തന്നെ ആത്മീയ സ്ഫുലിംഗങ്ങളാണ് ആര്? ഈ ജീവാത്മാക്കളെല്ലാം. ഈ ജീവാത്മാക്കൾക്ക് എന്തില്ല? ഭൗതികമായ നാമമോ രൂപങ്ങളോ ഇല്ല. കാരണം ജീവാത്മാവും എങ്ങനെയാണ്? അതും അതീന്ദ്രിയമായിട്ടുള്ളതാണ് ജീവാത്മാവ്. അപ്പൊ
ജീവാത്മാവിന് ഭൗതികമായിട്ടുള്ള നാമങ്ങളും ഇല്ല, രൂപങ്ങളും ഇല്ല. പക്ഷേ ഭൗതിക നാമരൂപങ്ങളുള്ള ഭൗതിക ശക്തിയെ അടക്കി ഭരിക്കാനുള്ള അവരുടെ അഭിലാഷത്തെ പൂർത്തീകരിക്കാനായിട്ട് അവിധമുള്ള മിഥ്യാസുഖ ആസ്വാദനത്തിന് ഉള്ള അവസരം അവർക്ക് നൽകപ്പെട്ടിരിക്കുക. പക്ഷെ എന്തിനാണ് ഇതൊക്കെ നൽകുന്നത്? ഭൗതിക നാമരൂപങ്ങളുള്ള ഈ ഭൗതിക ശക്തിയെ അടക്കി ഭരിക്കുവാനുള്ള അവരുടെ അഭിലാഷത്തെ. നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്? ഈ പ്രകൃതിയെ നമ്മൾ കീഴടക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മള് അത് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് അടക്കി ഭരിക്കാനുള്ള നമ്മുടെ അഭിലാഷത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവിധമുള്ള മിഥ്യാസുഖാസ്വാദനത്തിനുള്ള അവസരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ മിഥ്യാസുഖം നമുക്ക് ശരിക്കും ഇല്ലാത്തൊരു സുഖമാണത്. ആ സുഖം ആസ്വദിക്കാനുള്ള ഒരു അവസരം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ശരീരവും അങ്ങനെ തന്നെയാണ്, ഇല്ലാത്തതാണ്, അത് ശാശ്വതമായിട്ടുള്ളതല്ല. അപ്പൊ ശാശ്വതമല്ലാത്ത ശരീരത്തിനും ശാശ്വതമല്ലാത്ത നാമത്തിനും സ്ഥിരമായിട്ടുള്ളത് എന്ത് മാത്രമാണ്? ആത്മാവ് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. ആ മിഥ്യാസുഖം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലൂടെ ഒരു അവസരം നൽകും. അതേസമയം യഥാർത്ഥ നിലയെന്ത്, അതിന്റെ ഒപ്പം തന്നെ എന്തുകൂടി തരും? നമുക്ക് യഥാർത്ഥ നിലയെന്ത് മനസ്സിലാക്കാനുള്ള അവസരം വെളിപ്പെടുത്തപ്പെട്ട ശാസ്ത്രങ്ങളിലൂടെ അവർക്ക് നൽകപ്പെട്ടിരിക്കും. അപ്പൊ രണ്ടും നമുക്ക് നൽകും, മിഥ്യാസാധനത്തിനുള്ള അവസരവും നൽകും, ഒപ്പം തന്നെ നമുക്ക് എന്തും തരും? ധർമ്മശാസ്ത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള യഥാർത്ഥ നില മനസ്സിലാക്കാനുള്ള അവസരവും നമുക്ക് നൽകും. എന്നാലും വിഡ്ഢികളും വിസ്മരണശീലരുമായ ജീവസത്തുകൾ മിഥ്യാനാമങ്ങളിലും മിഥ്യാരൂപങ്ങളിലും സദാ വ്യാപൃതരായിരിക്കുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? വിഡ്ഢികളായിട്ടുള്ളത് അല്ലെങ്കിൽ വിസ്മരണശീലരായിട്ടുള്ള ജീവസത്തുകൾ എല്ലാം മറന്നുപോയതാണ്. അവര് ഈ മിഥ്യാനാമങ്ങളിലും മിഥ്യാരൂപങ്ങളിലും സദാ വ്യാപൃതരായിരിക്കും. നമ്മുടെ ഈ നാമവും രൂപം അത് മിഥ്യയായിട്ടുള്ളതാണ്, അത് എന്നും ഉള്ളതല്ല. അതില് വ്യാപൃതരായിരിക്കും. അവണ്ണമുള്ള മിഥ്യാനാമരൂപങ്ങളുടെ മൂർധന്യാവസ്ഥയാണ് ആധുനിക കാല ദേശീയവാദം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആധുനിക കാലത്തിലെ ദേശീയവാദം ഇത്തരത്തിലുള്ള മിഥ്യ നാമരൂപങ്ങളുടെ മൂർധന്യാവസ്ഥയാണെന്ന് നമുക്ക് പറയാം. മനുഷ്യ മിഥ്യാ നാമരൂപങ്ങളുടെ പിന്നാലെ ഭ്രാന്തമായി പായുന്നു. നിശ്ചിത വ്യവസ്ഥകൾക്ക് വിധേയമായി കരസ്ഥമാക്കിയ ശരീരരൂപത്തെയും നാമത്തെയും അവർ യാഥാർത്ഥ്യമെന്ന് കരുതുന്നു. ഇത് ഭക്താത്മാവിനെ വ്യാമോഹിതനാക്കി നിരവധി വാദങ്ങളുടെ പേരിൽ ഊർജത്തെ ദുർവിനിയോഗം ചെയ്യിക്കുന്നു. എന്നിരുന്നാലും ശാസ്ത്രങ്ങൾ യഥാർത്ഥ നിലയെ മനസ്സിലാക്കുവാനുള്ള സൂചന നൽകുന്നു. എങ്കിലും വ്യത്യസ്ത സ്ഥലകാലങ്ങൾക്ക് അനുയോജ്യമാംവിധം ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ശാസ്ത്രങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ മനുഷ്യർ വൈമനസ്യം കാണിക്കുന്നു. അപ്പൊ നമ്മളെ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഈ മനുഷ്യർ എന്ത് ചെയ്യാണ്? മനുഷ്യർ മിഥ്യാനാമരൂപങ്ങളുടെ പിന്നാലെ ഭ്രാന്തമായിട്ട് പാഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നിശ്ചിത വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ ഈ ശരീരം എന്ന് വെച്ചാൽ നിശ്ചിതമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ് എന്ത്? നമ്മുടെ ഈ ശരീരം. ആ ശരീരത്തിന്റെ രൂപത്തെയും നാമത്തെയും അവരെന്ത് വിചാരിക്കുകയാണ്? അത് യഥാർത്ഥമാണെന്ന് അവർ കരുതുന്നു. ഇത് തത്താത്മാവിനെ വ്യാമോഹിതനാക്കി നിരവധി വാദങ്ങളുടെ പേരില് ഊർജത്തെ വിനിയോഗിക്കുകയും ദുർവിനിയോഗം ചെയ്യിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ ശാസ്ത്രങ്ങള് യഥാർത്ഥ നിലയെ മനസ്സിലാക്കാനുള്ള സൂചന നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മളത് മനസ്സിലാക്കാനായിട്ട് അത് അനുയോജ്യമായ വിധത്തില് ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ശാസ്ത്രങ്ങള് നിന്ന് പാഠം ഉൾക്കൊള്ളാനായിട്ട് നമ്മള് വൈമനസ്യം കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് ചെയ്യുന്നില്ല. ദൃഷ്ടാന്തമായി ഭഗവത്ഗീത ഓരോ മനുഷ്യനും മാർഗനിർദ്ദേശിയാകുന്നു. എന്നാൽ ഭൗതിക ശക്തിയുടെ മയക്കത്താൽ ഭഗവത്ഗീത നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ജനങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നില്ല. ഭഗവത്ഗീത തത്വങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരാൾക്കുള്ള ജ്ഞാനത്തിന്റെ ബിരുദാനന്തര പഠനമാണ് ശ്രീമദ് ഭാഗവതം. നിർഭാഗ്യവശാൽ ജനങ്ങൾക്ക് അവയോട് യാതൊരു അഭിരുചിയുമില്ല. ആകയാൽ അവർ ജനിമൃതി പുനരാവർത്തിക്കായി മായയുടെ ഭീതിയിലാകപ്പെട്ടിരിക്കുന്നു. ഇവിടെ ദൃഷ്ടാന്തമായിട്ട് ഭഗവത്ഗീത എന്തിനാണ്? ഓരോ മനുഷ്യനുമുള്ള മാർഗദർശിയാണെന്ത്? ഭഗവത്ഗീത. നമ്മൾ പറഞ്ഞില്ല, ലൈഫ് മാനുവലാണ് ഭഗവത്ഗീത. എന്നാൽ ഭൗതിക ശക്തിയുടെ മയക്കത്തിൽ ഭഗവത്ഗീത നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ജീവാത്മാക്കളാരും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഭഗവത്ഗീത തത്വങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരാൾക്കുള്ള ജ്ഞാനത്തിന്റെ ബിരുദാനന്തര ബിരുദ പഠനമാണ് എന്ത്? ശ്രീമദ് ഭാഗവത. ബിരുദ പഠനമാണ് ഭഗവത്ഗീത. അപ്പൊ അതിന്റെ ബിരുദാനന്തര ബിരുദ പഠനമാണ് എന്ത്? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. എങ്ങനെയുള്ളവർക്കാണ്? ഭഗവത്ഗീത തത്വങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരു വ്യക്തിക്ക് ഉള്ള ജ്ഞാനത്തിന്റെ ബിരുദാനന്തര ബിരുദ പഠനമാണ് ശ്രീമദ് ഭാഗവതം. നിർഭാഗ്യവശാൽ ജനങ്ങൾക്ക് അവയോട്
യാതൊരു അഭിരുചിയുമില്ല. ആകയാൽ അവർ ജനിമൃതി പുനരാവർത്തിക്കായി മായയുടെ പിടിയിലകപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? അതിന് ഒരു അഭിരുചിയും അതിനോട് ആർക്കും കാണുന്നില്ല, ജനങ്ങൾക്ക് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിൽ പോകാണ്? ക്ഷീണ പുണ്യ മർത്യലോകം വിശുദ്ധി. നമ്മള് ഈ ജനിമൃതികളുടെ പുനരാവർത്തിക്കായിട്ട് മായയുടെ പിടിയില് അകപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപത രൂപേശ്ച കൃപാ സിന്ധോഭ്യോ വച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णवृंद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निदाय गुरु परमानंदे हरि हरि बोल. हरे कृष्णा हरे कृष्णा മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി.